അപ്പൊ ഈ മൃഗങ്ങൾക്ക് നമ്മുടെ പോലെ എന്തുകൊണ്ട് ഒരു സിവിലൈസേഷൻ ഉണ്ടാവുന്നില്ല? മൃഗങ്ങൾക്ക് സിവിലൈസേഷൻ ഇല്ല എന്ന് നിങ്ങളാണ് വിചാരിക്കുന്നത്. ഒരു എന്താണ് ഈയൽ പറ്റത്തിന് നമ്മുടെ ഈ നഗരത്തിനേക്കാളും വലിയ നഗരങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഉണ്ട്. അവർക്ക് ഒരു കുഴപ്പമില്ല. ഞാൻ പറയട്ടെ, അവർക്ക് ഇയാൾ വിചാരിക്കുന്നത് തന്നെ പോലെ ഒരു മനുഷ്യനായാൽ എന്തോ വലിയ മെച്ചമാണെന്ന് വിചാരിക്കുന്നുണ്ട്. അവരാരും നമ്മളെ പോലെ ആകാൻ കൊതിക്കുന്നൊന്നുമില്ല. അവർക്കൊന്നും അങ്ങനത്തെ യാതൊരു ആഗ്രഹവും ഇല്ല. അതുണ്ടെന്ന് നമ്മൾ വിചാരിക്കുക ചെയ്യുന്നത്. അത്രയേ ഉള്ളൂ. നമ്മൾ സ്പെഷ്യൽ ആണെന്ന് വിചാരിക്കുന്ന കാരണം കൊണ്ടുണ്ടാകുന്ന ഒരു കൺഫ്യൂഷനാണ്. അല്ല, സ്പെഷ്യലാന്ന് വിചാരിക്കുന്നതല്ലേ. ഇപ്പം ഞാൻ പറഞ്ഞത്, അതായത് ഇപ്പോൾ മൃഗം ഇപ്പം ഒരു ആടിനെ എടുത്തോ. ഈ ആടിന് അച്ഛനമ്മ അല്ലെങ്കിൽ സഹോദരി സഹോദരൻ എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ചിന്തകളോ അല്ലെങ്കിൽ ഇതൊന്നുമില്ല. ഇല്ലെന്ന് പറയണ്ട. അതിന്റെ അത് ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, അതിന് പാല് കുടിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് അമ്മ ഏതാണെന്ന് കറക്റ്റായിട്ട് അറിയുന്ന ആളാണ്. അതെ. അപ്പൊ അത് കഴിഞ്ഞിട്ട് പ്രായം കഴിയുമ്പോൾ പിന്നെ അമ്മയുടെ കൂടെ തുടരേണ്ട ആവശ്യമില്ലാത്തവരവര്. അപ്പൊ മനുഷ്യനും അങ്ങനെ തന്നെയാണ്. പക്ഷെ അങ്ങനെ അല്ലാതാക്കുന്നത് നമുക്ക് പിന്നത്തെ മറ്റുള്ളവരെ ഉപയോഗിക്കണമെന്ന് കണ്ടെത്തിയ സമൂഹങ്ങളാണ് അങ്ങനെ അല്ലാതാക്കുന്നത്. അത്രേ ഉള്ളൂ. അല്ല, അപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പൊ ബ്ലഡ് ഗ്രൂപ്പിലുള്ളവര് ബ്ലഡ് ഗ്രൂപ്പ് അല്ല, സോറി, ഇപ്പൊ നമ്മള് രക്തബന്ധമുള്ള മനുഷ്യർ തമ്മിൽ സെക്സ് നടത്തി കഴിഞ്ഞാൽ തന്നെ ബ്ലൂ ബേബി ഉണ്ടാവും എന്നാ പറയാ. ഇല്ലില്ല, അങ്ങനെ എല്ലാ തവണയും ഉണ്ടാകുന്നൊന്നുമല്ല.